കാലചക്രം മുന്നോട്ട് പായുമ്പോൾ കാലത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വിവാഹവേളകളിലും മറ്റും നടക്കുന്ന അനാചാരങ്ങളും കുറേ മാമൂലുകളും പണം കൊണ്ട് ദൂർത്തടിച്ച് സാധാരണക്കാർക്ക് നമുക്കിടയിൽ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഈ സമൂഹത്തിനിടയിൽ പല നൂലാമാലകളും നമ്മളാൽ സൃഷ്ടിക്കപ്പെടുന്നു. വിവാഹവേളകളിലും മറ്റും നടക്കുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പുതിയ പുതിയ മാമൂലുകളെയും എതിർക്കുന്നതോടൊപ്പം അതിനെതിരെ ഒരു പ്രതിഷേധവുമായി ഇതാ നിങ്ങളുടെ മുന്നിലേക്കെത്തുന്നു തിരൂർ അൽമനാർ ഖുർആനിക് സ്കൂളിൻ്റെ കുരുന്നുമക്കൾ രചനയും ആലാപനവും നിർവഹിച്ചത് UK അൽമനാറിൻ മക്കൾ നിങ്ങളെ മുന്നിലേക്ക് വന്നേ, ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലി തുടങ്ങുന്നേ. അൽമനാറിൻ മക്കൾ നിങ്ങളെ മുന്നിലേക്ക് വന്നേ, ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലി തുടങ്ങുന്നേ. വർത്തമാന കാലം ഇന്നതെന്ത് നിങ്ങൾ കേൾക്ക്, ഞങ്ങളിൽ വരുന്ന തെറ്റുകൾ നിങ്ങളും ക്ഷമിക്ക്. വർത്തമാന കാലം ഇന്നതെന്ത് നിങ്ങൾ കേൾക്ക്, ഞങ്ങളിൽ വരുന്ന തെറ്റുകൾ നിങ്ങളും ക്ഷമിക്ക്. കേൾക്കണോ കൂട്ടരെ, ഇന്നൊരു പെണ്ണിനെ കിട്ടാനുള്ളിടങ്ങേറ്. ഇന്ന് കൂലിക്കാരൻ പോരാ, ഗൾഫുകാരൻ പോരാ, വല്ലാത്തിടങ്ങേറ്. സർക്കാർ ജോലിയുള്ള മാരനെ തേടുന്ന പെണ്ണുങ്ങളോ തോളി, മൂക്കിൽ പല്ല് മുളച്ചാലും മാരനെ കിട്ടൂല എന്ന് നിനച്ചോളി. കേൾക്കണോ കൂട്ടരെ, ഇന്നൊരു പെണ്ണിനെ കിട്ടാനുള്ളിടങ്ങേറ്. ഇന്ന് കൂലിക്കാരൻ പോരാ, ഗൾഫുകാരൻ പോരാ, വല്ലാത്തിടങ്ങേറ്. ഏറെ കാലം കാത്തിരുന്നവസാനം ഇവനൊരു പെണ്ണു കണ്ടേ, കണ്ട് പറ്റിയതാലെ മിട്ടായിട്ടൻ കണക്കിന് കൊണ്ടുവന്നേ. ചുമടതേറ്റി വരുന്നതെല്ലാം അഹങ്കാരത്തിൻ പെട്ടിയാണേ. ഏറെ കാലം കാത്തിരുന്നവസാനം ഇവനൊരു പെണ്ണു കണ്ടേ, പറ്റിയതാലെ മിട്ടായിട്ടൻ കണക്കിന് കൊണ്ടുവന്നേ. ചുമടതേറ്റി വരുന്നതെല്ലാം അഹങ്കാരത്തിൻ പെട്ടിയാണേ. ആനന്ദിച്ചാശിച്ചോരി മംഗലത്തിൻ കോലം കണ്ട് അന്തം വിട്ട് കുന്തമ്പോൾ ഞാന് നിന്ന്. ആർഭാടമെന്ന് ചൊല്ലാൻ കഴിയില്ല ആർഭാടത്തിൻ പേരിൽ നടക്കുന്ന പേക്കൂത്ത്. ആനന്ദിച്ചാശിച്ചോരി മംഗലത്തിൻ കോലം കണ്ട് അന്തം വിട്ട് കുന്തമ്പോൾ ഞാന് നിന്ന്. ആർഭാടമെന്ന് ചൊല്ലാൻ കഴിയില്ല ആഭാസത്തിൻ പേരിൽ നടക്കുന്ന പേക്കൂത്ത്. പുതിയാപ്പിളാര് വന്ന് തിരിച്ചു പോണവരെ പുതിയാപ്പിളിന്റെ ബാപ്പാന്റെ നാട്ടുകാരൊക്കെ മനസ്സിൽ തീയാണ്. എങ്ങനെയാണ് ഇവര് വരിക, എങ്ങനെയാണ് ഇവര് പോകുന്ന ആർക്കും അറിയില്ല. ഇങ്ങനെ മാത്രമല്ല വരുന്നത്, ഈ പറഞ്ഞ രീതിയിലും പുതിയാപ്പിളാര് വരുന്നുണ്ട്. കല്യാണത്തിൻ പേരിൽ ആഭാസങ്ങളിന്ന് ആകാശം മുട്ടേ വളർന്ന് വരുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഉള്ളം പിടയുന്നു. ഈമാനുള്ളോർക്കെല്ലാം കൽബ് തവിക്കുന്നു. പുതിയ പിള പോകാനായി കൂട്ടുകാർ പോരല്ലോ, ലക്ഷങ്ങൾ വിലയുള്ള വാഹനം വേണ്ടല്ലോ. കുതിരയും കഴുതയും ആനയും അമ്പാരി ഒട്ടകങ്ങൾ വേണം കയറിയിരിക്കാനായി. സംസ്കാരമുള്ളോർക്ക് യോജിച്ചൊരു പണിയാണോ കല്യാണമെന്നത്, കുതിര കളിയാണോ? ഇന്നിപ്പോ നമ്മളെ ഒഴിവും കഴിവും നോക്കിയല്ല കല്യാണമൊക്കെ ഡിസംബറിൽ ഓഡിറ്റോറിയത്തിന്റെ മുതലാളിക്ക് വിളിച്ചാണ് നമ്മളൊക്കെ ഇന്ന് കല്യാണം എന്നാ വെക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. കാരണം സൗകര്യം നോക്കാണ്.
കാലം മാറിയപ്പോ കോലം മാറണ്ട പൊന്നേ, പണമൊഴി പൗറ് വരട്ടെന്ന് വേണ്ട പൊന്നേ, പണമേറെ കളഞ്ഞുള്ള മംഗലമെന്തിന് പൊന്നേ, പണമില്ലാത്തൊരു ഗതി എന്താണ് പിന്നെ. ഇന്ന് ഓരോ കുടുംബത്തിലും നടക്കുന്ന വിവാഹത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആഘോഷങ്ങളാ ഇസ്ലാമിലില്ലാത്ത ആഘോഷങ്ങൾ. പല മുസ്ലിം കുടുംബങ്ങളിലും ഇതര മതങ്ങളുടെ ആശയങ്ങളുടെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഇതൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തിയ മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിലാ തുടക്കം മുതൽ അവസാനം വരെ വെറൈറ്റി തേടുന്ന കല്യാണങ്ങൾ. അല്ലേ, ഒരു വിവാഹം സംഘടിപ്പിക്കപ്പെടുമ്പോ ഓരോ രക്ഷിതാക്കളും കുടുംബങ്ങളും ചിന്തിക്കൽ എന്താ? ഒന്ന് വെറൈറ്റി ആവണം, ആ വെറൈറ്റി അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച രീതിയിലാവണം എന്നതല്ല, മറിച്ച് അവരന്റെ കല്യാണ വീട്ടിൽ എന്താണോ നമുക്ക് താല്പര്യം തോന്നുന്ന ഒരു വെറൈറ്റി, ആ വെറൈറ്റി അതിനേക്കാൾ മനോഹരമായി നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ പറിച്ചു നടും. അതിന്റെ പേരിലാ ഇന്നെന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായി. വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന നിരവധി ആഘോഷങ്ങൾ, മഞ്ഞ കല്യാണങ്ങൾ, പച്ച കല്യാണങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഒരേ കളറായിരുന്നെങ്കിൽ ഇന്ന് ഒരേ കളറ് 4 ദിവസം ആസ്വദിക്കുന്ന രീതിയിൽ വിവാഹത്തിന്റെ 4 ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നു. കാതുകുത്ത് പോലെ, കല്യാണത്തിന് അരികുത്ത് പോലെ ഏതെങ്കിലും പഴമയുള്ള വീട്ടിൽ ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ട് ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ട് വേഷം കെട്ടിച്ച് അവസാനം ബീച്ചുകളിലും പാർക്കുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ആണും പെണ്ണും അർദ്ധനഗ്നരായി സേവ് ദി ഡേറ്റിന്റെ വീഡിയോ ഇറക്കിയാലേ വിവാഹം കെങ്കേമമാകൂ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ നാണക്കെട്ട ജീവിത രീതിയേക്കാൾ ഏറെ നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കേണ്ടത് ഈ വൃത്തിയില്ലായ്മ കണ്ട് അതിന് ആസ്വാദനത്തിന്റെ അടിക്കുറി പെയ്തുന്ന മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും ഇന്ന് നമ്മൾക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും എത്ര വലിയ ജീർണതയാ നമ്മളെ മനസ്സിൽ കയറി കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. വളരെ ആഹ്ലാദകരവും സന്തോഷകരവുമായ ഒരു സന്ദർഭത്തിന് സാക്ഷികളാകുവാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് കൂടിയായ കാവുങ്ങൽ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ മകൾ നസ്ലയും തെയ്യാലിങ്ങൽ പനയത്തിൽ ഹൗസ് സൈദലവി സാഹിബിൻ്റെ മകൻ മുഹമ്മദ് അസ്ലമും തമ്മിലുള്ള വിവാഹബന്ധം ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. എൻ്റെ മകൾ ഫിദ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്ത് തന്നു. നിങ്ങളുടെ മകൾ ഫിദ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് എനിക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്ത് തന്നതിനെ, ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു, ഞാൻ തൃപ്തിപ്പെട്ടു. بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير. കാലം മാറിയപ്പോ കോലം മാറണ്ട പൊന്നേ, പണമൊഴി പൗറ് വരട്ടെന്ന് വേണ്ട പൊന്നേ, പണമേറെ കളഞ്ഞുള്ള മംഗലമെന്തിന് പൊന്നേ, പണമില്ലാത്തൊരു ഗതി എന്താണ് പിന്നെ. പെണ്ണൊന്ന് കാണുമ്പോൾ മിഠായി എന്തിന് തോനെ, പേരിന് കർമ്മം ചെയ്യാനൽപ്പം പോരെ, സൽക്കാരത്തിന് പെട്ടികൾ കെട്ടണ പെണ്ണേ, വയറൊന്ന് കാണാനെന്നൊരു പേരിലെ പോക്കേ, പടച്ചോനെ മറന്നുള്ള കളിയൊന്നും വേണ്ട പൊന്നേ, പടപ്പിന്റെ മുന്നിലെ പേരിനാൽ ഗുണമില്ലെന്നേ, മറുപടി വേണം നാളെ, പണത്തിന് മീതെ പരുത് പറക്കും മോനെ. മാമൂൽ വന്നത് പലവിധ വഴികളിലാണ്, മറക്കേണ്ട നാം ദീനിൻ വഴികളിൽ പോണേ. പടക്കം പൊട്ടിച്ചുള്ള ഒച്ചയും വേണ്ടട മോനെ, പതിവില ശബ്ദം കുട്ടിയാക്ക് കേടാ മോനെ, പൂത്തിരി കത്തിച്ച് ആളാകണ്ടട മോനെ, പലതരം കോമാളിത്തരം നിർത്തട മോനെ.
ബൈക്കിൽ കയറിനി വിലങ്ങനെ കറക്കല്ല മോനെ, കാണുമ്പോ ഞങ്ങൾക്ക് ബേജാറാണട മോനെ. അൽമാനാറിലെ കൂട്ടുകാർ പറയുകയാണ്, അറിയുന്ന കാര്യം ഞങ്ങൾ ഉരുവിട്ടതാണ്. അൽമാനാറിലെ കൂട്ടുകാർ പറയുകയാണ്, അറിയുന്ന കാര്യം ഞങ്ങൾ ഉരുവിട്ടതാണ്. സ്റ്റേജിൽ നിന്നും ഞങ്ങൾ വിടവാങ്ങുന്നേ, കണ്ടവർ കയ്യടി തന്നിടണം തോനെ. സ്റ്റേജിൽ നിന്നും ഞങ്ങൾ വിടവാങ്ങുന്നേ, കണ്ടവർ കയ്യടി തന്നിടണം തോനെ.